വാർത്തകളിൽ വിശദമായി വിജ്ഞാനത്തോടൊപ്പം തൊഴിലിനും പ്രാധാന്യം നൽകുന്ന വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം എന്നിവയ്ക്കൊപ്പം തൊഴിലും നൽകാനുള്ള ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി. ആലപ്പുഴ ജില്ലയിൽ നടന്ന പാസ്വേഡ് സൗജന്യ കരിയർ ഗൈഡൻസ് ദ്വിദിന പരിശീലന പരിപാടി ഫ്ലവറിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം എന്നിവയ്ക്കൊപ്പം തൊഴിലും നൽകാനുള്ള ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അക്കാദമിക നിലവാരത്തിലും അടിസ്ഥാന വികസനത്തിലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി. ഏകദേശം 11 ലക്ഷം വിദ്യാർത്ഥികളാണ് അൺഎയ്ഡഡ് മേഖലകളിൽ നിന്നും എയ്ഡഡ് മേഖലകളിലേക്ക് കടന്നു വന്നത്. ഇന്ത്യയിലെ മികച്ച 100 സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിലെ 3 സർവകലാശാലകൾക്ക് ഇടം പിടിക്കാനായി. ജോലി എന്നതിനപ്പുറം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് ജീവിത നിലവാരമുയർത്താനുള്ള ജാഗ്രതയും ഊർജവും വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. പഠനത്തോടൊപ്പം വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തൊഴിലും കൂടി ചേർത്തുള്ള ഒരു വൈജ്ഞാനിക സമൂഹത്തെയാണ് കേരളം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾ ഒരിക്കലും 100 റാങ്കിനുള്ളിൽ വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ 100 റാങ്കിനുള്ളിൽ വന്ന 3 സർവകലാശാലകൾ കേരളത്തിലുണ്ട്. അതിൽ തന്നെ കേരള സർവകലാശാല A++ വന്നു. അപ്പം നമ്മളൊരു പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ആ പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ശാസ്ത്രരംഗത്ത്, ഗവേഷണ രംഗത്ത്, വിജ്ഞാന രംഗത്ത് ഒക്കെ വന്ന മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോൾ സർക്കാർ ഉദ്യോഗം നേടുക എന്നതിനപ്പുറം സ്വന്തം കാലിൽ നിന്ന് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് പോകാനുള്ള ഒരു വിജ്ഞാനം, ഒരു ജാഗ്രത, അവരിലേക്ക് ഒരു പ്രചോദനം ഉൾക്കൊള്ളുക, എത്തിക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മാവേലിക്കര ജീവാരാം ആനിമേഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ MS അരുൺകുമാർ MLA അധ്യക്ഷനായി. പത്തനംതിട്ട CCMY പ്രൊഫസർ തോമസ് ഡാനിയേൽ, വാർഡ് കൗൺസിലർ ശ്യാമള, ജീവാരാം ആശ്രമ ഡയറക്ടർ ഫാദർ OIC പ്രശോഭ് കല്ലിയേലിൽ, പത്തനംതിട്ട CCMY പ്രിൻസിപ്പൽ തോമസ് ഡാനിയേൽ, പ്രൊഫസർ അബ്ദുൾ അയൂബ്, A ബഷീർ, K നസീറ തുടങ്ങിയവർ പങ്കെടുത്തു. ടൂറിസം മേഖലയുടെ വികസനത്തിനടക്കം ടേക്ക് എ ബ്രേക്ക് പോലുള്ള വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി VN വാസവൻ. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൽ മൂലേപ്പീടികയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ സഞ്ചാരികൾക്കും സ്ത്രീകൾക്കും പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. നിശ്ചയമായും സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും സ്ത്രീകൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് കങ്ങഴ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മിക്ക സ്ഥലത്തും ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്ക് സംവിധാനങ്ങൾ ഇന്ന് നിർമ്മിച്ചു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഇത് ടൂറിസം മേഖലയിലും വലിയ രൂപത്തിൽ അനിവാര്യമായ ഒരു ഘടകമെന്ന രൂപത്തിൽ സംസ്ഥാനത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ടൂറിസം വകുപ്പുമെല്ലാം ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് കങ്ങഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ വികസന വീക്ഷണങ്ങളിൽ ഈ സംരംഭവും സമാരംഭിക്കാൻ മുന്നോട്ട് വന്നത്. കോഫി ഷോപ്പ്, ഭിന്നശേഷി സൗഹൃദ ശൗചാലയം എന്നീ സൗകര്യങ്ങളോടുകൂടി 33 ലക്ഷം രൂപ ചെലവിലാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ചടങ്ങിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷത വഹിച്ചു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് K മണി, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം, വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP റെജി, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ഫിലിപ്പ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ പ്രീത ഓമനക്കുട്ടൻ, സെക്രട്ടറി TS മുഹമ്മദ് റഖീബ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നേരെ പോലീസ് നടത്തിയ ക്രൂരമർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന മുഖ്യമന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. കേരളമാകെ പ്രതിഷേധം
രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. പോലീസ് നടപടിയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസ് ആക്രമണത്തിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പിൽ നടത്തിയ പ്രതിഷേധ പരിപാടികൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ നാം കാണേണ്ടത് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ല, സമരം ചെയ്യാനുള്ള അവകാശമില്ല, കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ല. പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുക. ഞങ്ങൾക്കെതിരെ ആര് സമരം ചെയ്താലും, ഞങ്ങൾക്കെതിരെ ആര് കരിങ്കൊടി കാണിച്ചാലും അവരെ ഞങ്ങൾ എന്ത് വില കൊടുത്തും നേരിടുമെന്നുള്ള ധിക്കാരമാണ് കാണിച്ചത്. വൈസ് പ്രസിഡന്റ് ഹരിത ബാബു ഉൾപ്പെടെയുള്ളവരെ എത്ര മൃഗീയമായാണ് മർദ്ദിച്ചത്. പെൺകുട്ടികളെ പോലും വനിതാ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ വനിതാ പോലീസിനെ ഉപയോഗിച്ച് പെൺകുട്ടികളെ നേരിടുന്നതിന് പകരം അവിടെയും പുരുഷ പോലീസിനെ ഉപയോഗിച്ചാണ് പാവപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത ഒരു പ്രകോപനവും സൃഷ്ടിക്കാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, വനിതകളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത്. പിണറായി വിജയൻ കരുതുന്ന എല്ലാ കാലത്തെയും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമെന്നാണോ? കേരളത്തിലെ ജനങ്ങൾ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പെൺകുട്ടികൾ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരവും മൃഗീയവുമായി തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്, DCC ജനറൽ സെക്രട്ടറി K ഗോപകുമാർ, നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജു, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, ജിൻസി ജോളി, ആശ ജോസഫ്, ലിബിമോൾ, മിനി ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് നോർത്ത് മേഖലാ സമ്മേളനം മാമ്പഴക്കരി ക്രിസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. സമ്മേളനം KCCL ചെയർമാൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ അനുഭവങ്ങളുടെ, നമ്മുടെ സൂക്ഷ്മമായ വിശകലനത്തിന്റെ, നമ്മുടെ പരിശോധനയുടെ, ആന്തരിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരണഘടനയെയും നടപടിക്രമങ്ങളുടെയും പ്രവർത്തന രീതികളെയും ഒക്കെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും ഭരണഘടനയിൽ തന്നെ കുറേയധികം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നത്. അതിന് കാരണം വലിയൊരു ഇൻഡസ്ട്രി, വലിയൊരു ബിസിനസ് മേഖലയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നടത്തുന്നത്. വലിയ മാധ്യമ കുത്തകകളുള്ള മേഖലയാണ്. രാജ്യത്തെ തന്നെ ഭാവി നിയന്ത്രിക്കുന്ന നിരവധി നിയമങ്ങൾക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണ്. മാധ്യമവും ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രസ്ഥാനത്തിനകത്ത് വളരെ കൃത്യമായ നിലപാടുകളില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ നയവും കാഴ്ചപ്പാടും വീക്ഷണവുമെല്ലാം ഹൈജാക്ക് ചെയ്യപ്പെടുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ് നമ്മുടെ സംഘടനയുടെ അംഗങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾക്ക് കൃത്യമായ മാർഗരേഖ നിശ്ചയിച്ചത്. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന COA സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു മേഖലാ സമ്മേളനം. രാവിലെ 9:30 പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് നിഷാദ് അധ്യക്ഷനായിരുന്നു. സ്മിത സോമൻ അനുശോചന അറിയിപ്പുകൾ നടത്തി. മേഖലാ സെക്രട്ടറി R പ്രദീപ്, EG രാജേന്ദ്രൻ, S ഉല്ലാസ് എന്നിവർ മേഖലാ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി S ഷിബു ജില്ലാ റിപ്പോർട്ടും ബിനു ഭരതൻ KCCL റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA സംസ്ഥാന ജില്ലാ നേതാക്കളായ സുരേഷ് ബാബു, നിസാർ കോയാപറമ്പിൽ, KN മോഹൻപിള്ള, MO ലതീഷ് കുമാർ, അജിത് ദാസ്, ജോജി ജോസഫ്, PS സിബി, ജെയിംസ് മാത്യു എന്നിവർ സംസാരിച്ചു. നെൽകർഷകരുടെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണാ സമരവുമായി കർഷക സംഘടനാ നേതാക്കൾ. നെൽകർഷക സംരക്ഷണ സമിതിയും കർഷക സംരക്ഷണ സമിതി പാലക്കാടും സംയുക്തമായാണ് പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. നെല്ലിന്റെ വില സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ജോസഫ് C മാത്യു. നെല്ല് സംഭരണത്തിനായി ബജറ്റിൽ പണം വകയിരുത്തുക. രണ്ടാം കൃഷിയുടെ സംഭരിച്ച നെല്ലിന്റെ കേന്ദ്ര സംസ്ഥാന വിഹിതമടക്കമുള്ള വില 31 രൂപ 35 പൈസയായി ഉടൻ നൽകുക. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ താങ്ങുവില മുൻകൂർ നൽകുക. ഹാൻഡ്ലിംഗ് ചാർജ് സമ്പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക. കിഴിവുകൊള്ള അവസാനിപ്പിക്കുക. പമ്പിംഗ് സബ്സിഡി, പ്രൊഡക്ഷൻ ബോണസ്, വിളനാശ ഇൻഷുറൻസ്, മടവീഴ്ച നഷ്ടപരിഹാരം എന്നീ കുടിശ്ശിക അടിയന്തരമായി നൽകുക. ഉത്പാദന ചെലവിന് ആനുപാതികമായി നെൽവില ഉയർത്തുക.
രാസവളത്തിന്റെ ഭീമമായ വിലവർധനവ് പിൻവലിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന കർഷകരുടെ എല്ലാത്തരം വായ്പകളും എഴുതിത്തള്ളി കർഷക ആത്മഹത്യ തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ചൊവ്വാഴ്ച നടന്ന ധർണ സാമൂഹ്യ പ്രവർത്തകൻ ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകർക്ക് രൊക്കം പണം നൽകി നെല്ല് സംഭരിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്നും അതിനായി റിവോൾവിംഗ് ഫണ്ട് ബജറ്റിൽ മാറ്റിവെക്കണമെന്നും അംഗീകൃത വില 31 രൂപ 35 പൈസയായി നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നെൽവില സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ജോസഫ് സി മാത്യു കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത് ഞാൻ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുജനങ്ങളോട് ഞങ്ങൾ നെൽകൃഷിക്ക് വേണ്ടി നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള തുക കണക്കാക്കിയാൽ ആ തുകയേക്കാൾ 3 രൂപ 15 പൈസ കുറവാണ് ഇപ്പോൾ ഈ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ എത്ര തരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തരുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യം ഇവർ രണ്ടും പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം സപ്പോർട്ട് പ്രൈസിനേക്കാൾ 3 രൂപ 15 പൈസ കുറവാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ഒരു ആവറേജ് ഉൽപ്പാദനം നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് 74 കോടി കിലോ ഉൽപ്പാദനം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷറഫ് അധ്യക്ഷത വഹിച്ചു. കർഷക സംരക്ഷണ സമിതി പാലക്കാട് കോർഡിനേറ്റർ പ്രഭാകരൻ ആലങ്കോട് മുഖ്യപ്രസംഗം നടത്തി. സംയുക്ത കർഷക സംഘടനാ സമര നേതാക്കളായ വി ജെ ലാലി, ശിവാനന്ദൻ, പി ആർ സതീശൻ, സോണിച്ചൻ പുളിങ്ങുന്ന്, ജോസഫ് ടിറ്റോ, മാത്യൂസ് കോട്ടയം, ജോൺ സി ടിറ്റോ, കെ ബി മോഹനൻ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, ബിനോയ് തോമസ്, സന്തോഷ് പറമ്പിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് ശേഷം നെൽകർഷക സംരക്ഷണ സമിതി, പാലക്കാട് കർഷക സംരക്ഷണ സമിതി എന്നീ സംഘടനകളുടെ നേതാക്കൾ സംയുക്തമായി ധനമന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കൃത്രിമക്കാലികളുടെ വിതരണ ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. പൾമിനറി റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും മഞ്ഞപ്പിത്ത രോഗനിർണയ ചികിത്സയ്ക്കുള്ള ട്രൂനാറ്റ് പരിശോധനയുടെയും ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. $20 ലക്ഷം ചെലവിലാണ് 5 കൃത്രിമക്കാലുകളും 24 ഓർത്തോസിസുകളും നിർമ്മിച്ചത്. ഇതിനായി 4 ടെക്നീഷ്യന്മാരെയും നിയമിച്ചു. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ശ്വാസകോശ രോഗികൾക്കുള്ള നൂതന ചികിത്സാ സംവിധാനമായ പൾമണറി റിഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുക. ശ്വാസകോശ രോഗികൾക്ക് ആവശ്യമായ പരിശീലനത്തിനും ബോധവൽക്കരണത്തിനും പുറമെ പുകവലി നിർമ്മാർജ്ജന ചികിത്സയും ഇവിടെയുണ്ടാകും. മഞ്ഞപ്പിത്ത ബാധിതരായ ഹെപ്പറ്റൈറ്റിസ് B, C പോസിറ്റീവ് രോഗികൾക്ക് ചികിത്സാ നിർണയത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായിരുന്ന ട്രൂനാറ്റ് പരിശോധനയും ചികിത്സയുമാണ് ഇപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുള്ളത്. മൈത്ര സ്വദേശി സതീശന് കൃത്രിമക്കാൽ വെച്ച് നൽകിയാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു അപകടം സംഭവിച്ച് കാൽ നഷ്ടപ്പെട്ടു പോയാൽ നടക്കാനാവാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അത് വന്ധ്യജനാളുകൾക്കുണ്ടാകുന്നൊരു വിഷമസ്ഥിതി നമുക്ക് ഇങ്ങനെയൊന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവുന്ന കാര്യങ്ങളില്ല. അപ്പം അങ്ങനെയെല്ലാം ഉള്ള വ്യക്തികൾക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ടെക്നോളജിയുടെ ഒരു സഹായത്തോടു കൂടി സാധാരണ കാലം വെച്ച് നടക്കുന്ന പോലെ നടക്കാൻ സാധ്യമാക്കുക എന്നുള്ള വളരെ വലിയൊരു ഒരു പദ്ധതിയാണ്. നൽകുന്ന ആളുടെ എണ്ണത്തിന്റെ വലിപ്പമോ അല്ലെങ്കിൽ ചെലവഴിക്കുന്ന പണത്തിന്റെ വലിപ്പത്തെക്കാളൊക്കെ ഉപരിയായ വളരെയേറെ പ്രധാനപ്പെട്ടതും ജീവകാരുണ്യ ഒരു ഭാവമുള്ളതുമായ പദ്ധതിയാണ് ആലപ്പുഴ നഗരസഭ ഇപ്പോൾ നടപ്പാക്കുന്നത്. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു റോട്ടറിയുടെ പരിപാടി പങ്കെടുത്തു. 101 പേർക്ക് കൃത്യമായ കാൽ വെച്ച് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AS കവിത, MR പ്രേം, R വിനീത, കൗൺസിലർമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ, ഫിസിക്കൽ മെഡിസിൻ റിഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ M സിന്ധു, ആശുപത്രി വികസന സമിതി അംഗം അജയ് സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
അർബുദ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തലപടി സ്വദേശി 11 വയസ്സുകാരൻ അഭിനവിനായി നാട് ഒത്തുചേർന്നു. 5 മണിക്കൂറിനുള്ളിൽ സമാഹരിച്ചത് 11,17,769 രൂപ. തലവടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് കോടമ്പനാടി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അഭിലാഷിൻ്റെയും സനിലകുമാരിയുടെയും മൂത്തമകൻ അഭിനവിൻ്റെ ചികിത്സയ്ക്കായാണ് നാടൊത്തുചേർന്നത്. തലവടിയിലെ 8 മുതൽ 13 വരെ വാർഡുകളിലും എടത്വ ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9 വാർഡുകളിലുമായിരുന്നു കഴിഞ്ഞ ദിവസം പൊതുധന സമാഹരണം. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാമൂഹിക സംഘടനാ ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ ചേർന്നാണ് ഭവനങ്ങൾ സന്ദർശിച്ചത്. തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂളിൽ വിവിധ കൗണ്ടറുകൾ ഒരുക്കി തുക എണ്ണി തിട്ടപ്പെടുത്തി. തുടർന്ന് അക്കൗണ്ടിലെത്തിയ തുക കൂടി ചേർത്ത് 11,17,769 രൂപയുടെ ചെക്ക് അഭിനവിൻ്റെ അമ്മ സനിലകുമാരിക്ക് കൈമാറി. ചടങ്ങിൽ ജീവൻ രക്ഷാ സമിതി ചെയർമാൻ രമേശ് B. ദേവ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ PC അഭിലാഷ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ NP രാജൻ, എടത്വ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്റ്റാർലി ജോസഫ്, അംഗം ബിജു ജോർജ്, സമിതി ഭാരവാഹികളായ അനിത ഷാജി, ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, ബിനോയ് ജോസഫ്, മനോജ് മണക്കളം, MS സുനിൽ, PS സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് രാമങ്കരി മണ്ഡലം പ്രസിഡന്റായി AK ഷംസുദ്ദീൻ ചുമതലയേറ്റു. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ പുതിയ മണ്ഡലം പ്രസിഡന്റായി ചുമതലയെടുക്കുന്ന AK ഷംസുദ്ദീൻ്റെ നേതൃത്വത്തിൽ രാമങ്കരിയിൽ നമുക്ക് വളരെ ശക്തമായി തന്നെ നമ്മുടെ 11 ബൂത്തുകളിലും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന ഒരു പ്രദേശമായി നമുക്ക് മാറ്റിയെടുക്കണം. ഇന്ന് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ വളരെ ക്രൂരമായി പല സംസ്ഥാനങ്ങളിലും, മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളറിയാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നമുക്കറിയാം. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളുടെ 10% പോലും മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഗോപിദാസിനെ DCC ജനറൽ സെക്രട്ടറി പ്രമോദ് ചന്ദ്രൻ ആദരിച്ചു. രാമഗിരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ റോബിൻ കഞ്ഞിക്കര അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി K. ഗോപകുമാർ, UDF കുട്ടനാട് നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ CV രാജു, ജോർജ് മാത്യു പഞ്ഞിമരം തുടങ്ങിയവർ സംസാരിച്ചു. രാമഗിരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആവശ്യമുന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി വികസിത് ഭാരത് സങ്കല്പ യാത്ര വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV വിശ്വംഭരൻ കിടങ്ങറയിൽ പര്യടനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ കാനറ ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസ് മാനേജർ രജീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. FLC ആൻഡോ കുര്യൻ സങ്കല്പ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടനാട് അഗ്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ D. പ്രസന്നകുമാർ, കാനറ ബാങ്ക് കിടങ്ങറ ബ്രാഞ്ച് മാനേജർ അരുൺ രാജ്, ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ സന്ദീപ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വായ്പാ അനുമതി പത്രങ്ങളും വിദ്യാജ്യോതി സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ സ്കീമിൽ ഉൾപ്പെട്ട ഒരാൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനും ഇതിന്റെ ഭാഗമായി നൽകി. നവകേരള സദസ് തുണയായി മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചിരുന്ന ചെന്നിത്തല സ്വദേശികളായ അനന്തുവിനും അല്ലുവിനും ഇനി വൈദ്യുതി വെളിച്ചത്തിൽ പഠിക്കാം. ചെന്നിത്തല പഞ്ചായത്തിലെ ഇരമത്തൂർ മുക്കത്ത് കോളനിയിൽ അജയ്കുമാർ ബിൻസി ദമ്പതികളുടെ മക്കളാണ് +2 വിദ്യാർത്ഥിയായ അനന്തു അജയ്കുമാറും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അല്ലു അജയ്കുമാറും. ഇവരുടെ വീട്ടിലാണ് നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷയിന്മേൽ വൈദ്യുതി എത്തിയത്. അജയ്കുമാർ ഹൃദ്രോഗിയായതിനാൽ ജോലിക്ക് പോകാൻ കഴിയില്ല. അങ്കണവാടിയിൽ ഹെൽപ്പറാണ് ഭാര്യ ബിൻസി. ഭർത്താവിൻ്റെ മരുന്നുകൾക്കും മക്കളുടെ പഠന ചെലവുകൾക്കും വീട്ടു ചെലവുകൾക്കും പോലും ബിൻസിയുടെ തുച്ഛമായ വരുമാനം തികയുന്നില്ല. അതിനാൽ വൈദ്യുതി എന്നത് ഇവർക്ക് ഒരു സ്വപ്നമായി നിലനിൽക്കുകയായിരുന്നു. നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയെ തുടർന്ന് വീട്ടിൽ വൈദ്യുതി ലഭിച്ചതോടെ കഴിഞ്ഞ ദിവസം വരെ മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചുവന്ന കുട്ടികളുടെ മുഖത്ത് സന്തോഷം പ്രകടമായിരുന്നു. മക്കൾ രണ്ടുപേരും പഠിക്കുന്നത് കൊണ്ട് കറണ്ട് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ മെഴുകുതിരി വെളിച്ചത്തിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം സാധിച്ചതിൽ ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ നവകേരള സദസ്സിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇത് കിട്ടിയത്. പെട്ടെന്ന് തന്നെ കിട്ടിയത്. പിന്നെ പൈസ ഞങ്ങൾക്ക് ഇതിനകത്തിൽ 1 രൂപ പോലും ഞങ്ങൾക്ക് ചിലവായിട്ടില്ല. എല്ലാം സർക്കാരിൻ്റെ ചിലവിലാണ് ഞങ്ങൾക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. KSCB മാന്നാർ KSCB ചേർന്ന് ഇത് ചെയ്തു തന്നിരിക്കുന്നത്.
ലഭിച്ചത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ഗവൺമെൻറ്റിനോടും മാന്നാർ KSBയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. ഡിസംബർ 16 ചെങ്ങന്നൂരിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി വകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചത്. നവകേരള സദസ്സിൽ അപേക്ഷ കൊടുക്കാനും വൈദ്യുതി വേഗത്തിൽ കിട്ടുന്നതിനുമായുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ചത് ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി സിബു വർഗീസാണ്. KSEB മാന്നാർ സെക്ഷന്റെ നിർദ്ദേശപ്രകാരം മാന്നാറിലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ ശശിധരനാണ് വയറിംഗ് ജോലികൾ ചെയ്തു നൽകിയത്. വൈദ്യുതി വകുപ്പ് ചെങ്ങന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു വി ഉണ്ണിത്താൻ, മാന്നാർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനോയ്, മാന്നാർ വൈദ്യുതി വകുപ്പിലെ സബ് എഞ്ചിനീയർമാർ, ലൈൻമാൻമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ജനുവരി 12-നാണ് വൈദ്യുതി എത്തിച്ചത്. ഈ വീട്ടിലേക്ക് 2 ഫാൻ വാങ്ങി നൽകാമെന്നും ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തു. ചെറുതന ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയ്ക്കായി ട്രോളികൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് എബി മാത്യു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 2.5 ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. MCFകളിലേക്ക് ശേഖരിച്ച മാലിന്യങ്ങൾ എത്തിക്കാൻ ഫെഡറൽ ബാങ്ക് മുഖേന ഇലക്ട്രിക് വാഹനവും പഞ്ചായത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പത്മജ മധു, സ്ഥിരം സമിതി അധ്യക്ഷരായ നിസാർ അഹമ്മദ്, ബിനു ചെല്ലപ്പൻ, ശോഭന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി, VEO, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ ഉളുന്തി സെന്റ് ആൻസ് ചർച്ചിലെ തിരുനാൾ മഹോത്സവം ജനുവരി 22 മുതൽ 26 വരെ ആഘോഷിക്കും. 22-ന് വൈകുന്നേരം 5:30-ന് ഇടവക വികാരി ഫാദർ സൈജു ജോർജ് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തിരുനാളിന് മുന്നോടിയായി ജനുവരി 16 മുതൽ 21 വരെ ദിവസവും വൈകിട്ട് 5-ന് ജപമാല, ദിവ്യബലി, നൊവേന, ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും. 22-ന് വൈകിട്ട് 5:30-നാണ് കൊടിയേറ്റ്. ഇടവക വികാരി ഫാദർ സൈജു ജോർജ് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിന് പുറത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ നേർന്നാണ് ഈ തിരുനാൾ നടക്കുന്നത്. ശനിവാരെന്ന് പറയും. അങ്ങനെ 22-ാം തീയതി കൊടിയേറി 26-ാം തീയതി തിരുനാൾ സമാപിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ജനുവരി 16-ാം തീയതി മുതൽ വിഷ്ണുനാമേള നമുക്കുള്ള നൊവേനയും ദിവ്യബലിയും നടക്കുന്നുണ്ട്. കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 10,000 പേര് പങ്കെടുക്കുന്ന വലിയ സ്നേഹവിരുന്ന് ഉണ്ട്. ആഘോഷമായ തിരുനാൾ സമാരംഭ ദിവ്യബലിക്ക് കുമ്പളം ഇടവക വികാരി ഫാദർ ജോസ് സെബാസ്റ്റ്യൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ രാജു പൗലോസ് വചന പ്രഘോഷണം നടത്തും. 25-ന് രാവിലെ 7-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ തോമസ് OCD മുഖ്യ കാർമ്മികനാവും. വൈകിട്ട് 5-ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടക്കും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ വേസ്പര, വചന പ്രഘോഷണം, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവയ്ക്ക് വെള്ളിമൺ ഇടവക വികാരി ഫാദർ ഡൈജു തോപ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ സമാപന ദിവസമായ 26-ന് രാവിലെ 7-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ സൈജു ജോർജ്, 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ സമൂഹബലിക്ക് പുനലൂർ രൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ ബാസ് എന്നിവർ മുഖ്യ കാർമ്മികരാവും. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം, സ്നേഹവിരുന്ന്, 2025-ലെ പ്രസിദ്ധന്തിമാരെ വാഴിക്കൽ, ഭക്തിസാന്ദ്രമായ സമാപന പ്രദക്ഷിണം, കൊടിയിറക്ക് എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ VA ജോൺകുട്ടി, പബ്ലിസിറ്റി കൺവീനർ റോയ് പുറന്തട എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.